കൂട്ടുകാരെ, നമ്മളെല്ലാവരും സ്കിന്നിനകത്തുണ്ടാകുന്ന ടാനും പിഗ്മെൻറ്റേഷനും നിറക്കുറവും ഒക്കെ മാറ്റാൻ വിപണിയിലുള്ള ക്രീമുകളൊക്കെ അല്ലയോ മേടിക്കാറുള്ളത്. അങ്ങനെ മേടിച്ച് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ചർമ്മവും നശിപ്പിക്കേണ്ട. നാച്ചുറലായിട്ടുള്ള ഈ ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നമുക്ക് ക്രീം തയ്യാറാക്കാൻ നല്ലൊരു പാത്രം വേണം. അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അലവേറ ജെല്ലാണ് ചേർത്തത്. അലവേറ ജെല്ല് 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് കോശങ്ങളെയൊക്കെ നീക്കിയിട്ട് നല്ല ജീവനുള്ള കോശങ്ങളെയൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഗ്ലിസറിനിൽ നിന്ന് സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ അലവേറ ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ നമ്മുടെ അലവേറ ജെല്ലിൽ നിന്നും സാധിക്കുന്നതാണ്. അങ്ങനെ ഗ്ലിസറിനും അലവേറ ജെല്ലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ വേണ്ടത് 1 ടേബിൾ സ്പൂണാണ് റോസ് വാട്ടർ വേണ്ടത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അൺഇവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ തുടച്ചു മാറ്റാനും ഒക്കെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ റോസ് വാട്ടറും ചേർത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലായിട്ടുള്ള ക്രീം നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 മാസം വരെ ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം ഫേസിലിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഈ ഒരു ക്രീം നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലും തേച്ച് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. 1 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് നല്ലപോലെ ജീവനുള്ള കോശങ്ങളെയൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പം ഒരു ചേഞ്ചസ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ കൈകളിൽ ഇട്ടിട്ട് 2 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ആ സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ? നല്ല സോഫ്റ്റ് ആവും. എന്തായാലും